Anju's World. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വരാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നമുക്ക് വാട്ട്സ് ഇൻ മൈ ഡൈപ്പർ ബാഗ് എന്നുള്ള വീഡിയോ ചെയ്യാമെന്ന്. നല്ലൊരു കണ്ടന്റ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഓരോരുത്തരുടെയും ഡൈപ്പർ ബാഗിൽ ഓരോരോ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണെന്ന് തോന്നി. അതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ് ഇൻ മൈ ഡൈപ്പർ ബാഗ് എന്നുള്ള വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന എൻ്റെ ഈ ഡൈപ്പർ ബാഗിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഡൈപ്പർ ബാഗിൽ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. സാധാരണ ഡൈപ്പർ ബാഗിനെ പോലെയല്ല കേട്ടോ. പിന്നെ നിറയെ സാധനങ്ങൾ കൊള്ളും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന്റെ പ്രത്യേകത ഫസ്റ്റ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സംഭവം എന്താണെന്ന് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബാഗായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് ബാഗ് മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു സിബ് ഉണ്ട്. ഇതാണോ, ഇവിടെ ഒരു സിബ് ഉണ്ട്. ഈ ഒരു സിബ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ വരെ നമുക്കിത് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇതൊരു ബേബി ബെഡാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്ക് നമുക്ക് കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് സിബ് ഉണ്ട്. അപ്പൊ ഈ ഒരു സിബ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഇതിൽ കൂടെ വെച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്റ്റിക്കും കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു സ്റ്റിക്ക് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വെക്കണം. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബേബി ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കണ്ടോ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്കൊരു ബേബി ബെഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഒരു ബെഡ് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ള ഒരു ബെഡാണ്. അത് നമുക്ക് ഇതിലിങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വിരിച്ചു കൊടുക്കാം. വിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബേബീനെ നമ്മുടെ ഡൈപ്പർ ചേഞ്ചിനാണെങ്കിലും അല്ലെങ്കിൽ ചെറിയതായിട്ടൊന്ന് നാപ്പ് എടുക്കാനാണെങ്കിൽ അത് ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് കടത്തണം, അല്ലെങ്കിൽ നമുക്ക് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് നമുക്കിതിൽ കടത്താനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പില്ലോ കയ്യിൽ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ ബേബി ഉറങ്ങുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഇത് അതുപോലെ ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്യാം. ഈ ഒരു സൈഡിൽ കൂടി ഈ ഒരു സൈഡിൽ കൂടി എയർ പാസ് ചെയ്യും. അപ്പോൾ പിന്നെ ചൂടെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു ബാഗിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഡൈപ്പർ ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് കാണാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബാഗ്, ഈ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പോ ഫസ്റ്റ് ഒരു ഫീഡിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇത്. നമ്മുടെ ഫിലിപ്സിന്റെ ആണ് കേട്ടോ. ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഈ ഒരു ബോട്ടിൽ ഞാൻ എടുക്കും. അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തുണി, കുഞ്ഞു കുഞ്ഞി ടവലുകൾ ഉണ്ടല്ലോ. ഇപ്പൊ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു തുണി ഇതിൽ തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ പാല് കൊടുക്കുമ്പോൾ ഡ്രസ്സിലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബിപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുത് നല്ല ക്യൂട്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഇതിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇതിൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പോർഷനിൽ നമുക്ക് ഇത്ര സാധനങ്ങളെ ഞാൻ വെക്കാറുള്ളൂ. കണ്ടോ, ഇതിൽ നമുക്ക് 3 അറകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 അറകളിൽ അതിലും ഈ ഒരു അലുമിനിയത്തിന്റെ ഒരു ഫോയിൽ പോലെ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പാല് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ചൂടോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഏകദേശം 1 മണിക്കൂറൊക്കെ അങ്ങനെ നിൽക്കാറുണ്ട്. അപ്പൊ ഇത് 3 എണ്ണത്തിലും നമുക്ക് ഓരോ കാര്യങ്ങൾ വെക്കാം. ഫീഡിങ് ബോട്ടിൽ വെക്കാം. പിന്നെ നമ്മൾ ഫോമുല കൊടുക്കാൻ, അതായത് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കാം. ഞാനിപ്പോ ഈ ഫീഡിങ് ബോട്ടിൽ മാത്രമാണ് വെക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തുണി, ഒരു ബിപ്പും വെക്കാറുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെക്ഷനിലേക്ക് വരുമ്പോൾ
കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഡയപ്പർ ബാഗിന്റെ ഉൾവശം കേട്ടോ. ഇതിൽ കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാം. അങ്ങനെ കുറേ നമുക്ക് അത്യാവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഡയപ്പർ ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു മെയിൻ ആയിട്ടുള്ള അറയിലത്തെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയി, ഇവിടെ ഞാനൊരു ഫ്ലാസ്ക് വെക്കാറുണ്ട് കേട്ടോ. ചൂടുവെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിച്ചൂട്ടന് ഫോർമുല കൊടുക്കുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഫോർമുലയാണ് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം ആക്കിയിട്ട് കയ്യിൽ വെക്കാറുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. അപ്പോൾ ഇതിലിങ്ങനെ ആക്കി വെക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് വേറൊരു ഇതും കൂടി വരുന്നുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ടിഷ്യൂ വെക്കാൻ വേണ്ടി, നമ്മൾ വൈപ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിൽ ടിഷ്യൂ നമുക്ക് ഇതോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ചത് നമുക്കിതാ ഇങ്ങനെ സുഖമായിട്ട് വലിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ, അതായത് ആവശ്യം കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് നമുക്കിതങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കള്ളി. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ആ സൈഡിൽ ഞാൻ ചെറിയ വൈപ്സ് ആണ് വെക്കാറ് കേട്ടോ. ഉള്ളിൽ ഞാൻ കുറച്ചും കൂടി വലിയ വൈപ്സ് വെക്കാറുണ്ട്. അപ്പൊ അതാണ് ഇത്. അതുപോലെ തന്നെ നിച്ചൂട്ടിൻ്റെ ഒരു കളിപ്പാട്ടം വെക്കാറുണ്ട്. ഇത് ഇങ്ങനെ പീ സൗണ്ടും വരും. അതുപോലെ തന്നെ ഇങ്ങനെ മണി ഉള്ളതാണ് കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇത് ഞാൻ വെക്കാറുണ്ട് കയ്യില്. പിന്നെ വെക്കുന്ന സംഭവം നമ്മുടെ ഡിസ്പെൻസർ ആണ് കേട്ടോ. ഇത് ഫോർമുല ഡിസ്പെൻസർ ആണ്. ഇത് കണ്ടോ. അപ്പൊ ഇത് നമുക്ക് ഒരു 1, 2, 3, 4 തവണ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്പെൻസർ ആണ് കേട്ടോ. അപ്പൊ ഇത് ഫോർമുല സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതും കയ്യിൽ വെക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ 4 ആക്കിയിട്ട് കൊണ്ടുപോകും കറക്റ്റ് അളവില്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമല്ലോ, ഹോട്ട് വാട്ടറിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ കയ്യിൽ വെക്കുന്ന സാധനമാണ്. പിന്നുള്ളത് നമ്മുടെ ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഞാൻ 2 ക്ലോത്ത് ഡയപ്പർ കയ്യിൽ വെക്കും. പകലൊക്കെ ആണെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ബമ്പിന്റെ ക്ലോത്ത് ഡയപ്പർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു 5 hours സുഖമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള യാത്രകളാണല്ലോ ചെയ്യുന്നുള്ളൂ ഇപ്പൊ. അപ്പൊ അത് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ക്ലോത്ത് ഡയപ്പർ. പിന്നെ കയ്യിൽ വെക്കുന്ന സാധനം ഇതുപോലത്തെ ഒരു ടവല്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവല്, പൊതിഞ്ഞു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവല്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം ഞാൻ വെക്കാറുണ്ട്. ഇതൊക്കെ ഇതിൽ തന്നെ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് പുറത്ത് പോകുമ്പോൾ പിന്നെ ധൃതി പിടിച്ചിട്ട് എന്തൊക്കെയാണ് മറന്നത്, എന്തൊക്കെയാണ് വെച്ചത്, അതായത് എന്തൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ആക്കി വെക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് കുറച്ച് മെഡിസിൻസ് ഞാൻ ഇതുപോലെ ഒരു പൗച്ചിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ സലൈൻ ഡ്രോപ്സ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, സലൈൻ ഡ്രോപ്സ് അത്യാവശ്യം വേണ്ട സാധനമാണ്. നമുക്ക് വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും AC ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് മൂക്കടയാനുള്ള ചാൻസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രോപ്പ് നമുക്ക് 1-2 തുള്ളി ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കടപ്പ് മാറും. അപ്പൊ ഇത് കയ്യിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പാരസെറ്റമോളിന്റെ സിറപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇതും കയ്യിൽ വെക്കും. പിന്നെ വൈറ്റമിൻ ഡ്രോപ്സ്, വൈറ്റമിൻ D3, അതുപോലെ വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ ഞാൻ ഇതിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു റോംബർ വെക്കും. അതായത് ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോംബർ ആവശ്യമാണ്. അപ്പോൾ ഒരു റോംബർ വെക്കാറുണ്ട്. പിന്നെ വെക്കുന്ന സാധനം അതാ ഒരു അണ്ണി വെക്കുന്നുണ്ട് കേട്ടോ, അണ്ണി. അപ്പൊ അത് അധികം തണുപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നോർമലി ഒരു വീട്ടിലിടുന്ന ഒരു എന്താ പറയാ ടോപ്പും കൂടി വെക്കുന്നുണ്ട്. ഈ 3 ഡ്രസ്സാണ് ഞാൻ വെക്കാറ് കേട്ടോ. പിന്നെ അപ്പൊ ഞാനിപ്പോ ഈ മെയിൻ ആയിട്ടുള്ള ഈ കുഞ്ഞി ഇതിന്റെ ചുറ്റും കണ്ടോ, ഇതിന്റെ ചുറ്റും നമുക്ക് കുറെ അറകളുണ്ട്. അപ്പൊ ഇതിലത്തെ സാധനങ്ങളാണ് ഞാനിപ്പോ കുറച്ചെടുത്തത്, ഇതിലത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തെർമോമീറ്റർ വെക്കാറുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇപ്പൊ പനി എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ലല്ലോ, നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു തെർമോമീറ്റർ വെക്കാറുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ കഴിഞ്ഞു, ഈ 2 സൈഡത്തെയും 4 സൈഡത്തെയും കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. മെയിനായിട്ട് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇനി ഉൾവശത്ത് കുറച്ചും കൂടി സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം.
നമ്മുടെ ബേബി ലോഷൻ, സെബാവെന്റിലെ ബേബി ലോഷനാണ്. അപ്പം അത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പൗഡർ വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാമാർത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീം വെക്കാറുണ്ട് കേട്ടോ. പിന്നെ വെക്കുന്നത് ഇത് നമ്മുടെ മാമാർത്തിൻ്റെ ഈസി ടമ്മി റോൾ ഓൺ ആണ് കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും കുഞ്ഞിങ്ങനെ നിർത്താതെ കറിയാണ്, വയറ് വേദനിച്ചിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടമ്മി റോളർ യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഘട്ടങ്ങളിൽ ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടമ്മിയിൽ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത റോളാണിത്. ചുറ്റിച്ചു കൊടുത്താൽ അത് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും, ഗ്യാസ് ഒക്കെ പോകാനായിട്ടും. ഇത് ഹിങ് അതുപോലെ ഫിനൽ ഓയിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ മാമാർത്തിൻ്റെ. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പാസിഫയർ വെക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പാസിഫയർ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയപ്പർ റാഷ് ക്രീം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വെക്കാറ്, കാരണം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. പിന്നെ ഞാൻ വെക്കുന്നത് നമ്മുടെ ഈ ഒരു ബേബി എന്താ പറയുക ബുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ വിജയലക്ഷ്മിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വാക്സിനേഷൻ ഡീറ്റെയിൽസ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബാഗിൽ തന്നെ വെക്കാറുണ്ട്, കാരണം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇതിൽ തന്നെയാണ് വെക്കാറ്. പിന്നെ വെക്കുന്ന സാധനം നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഒരു 3 എണ്ണം വെക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് ഡിസ്പോസിബിൾ ഡയപ്പറും വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉൾവശം ഫുള്ളായിട്ട് ഇതാ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ഡയപ്പർ ബാഗിൽ വെക്കുന്നത്. പിന്നെ ഈ ഒരു ബാഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർ കേട്ടോ, ചാർജ് കേബിളും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു സൈഡിലായിട്ട് കേട്ടോ, ഈ ഒരു സൈഡിലായിട്ട് ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ബാറ്ററി എന്തെങ്കിലും കുത്തി കൊടുത്തിട്ട് നമുക്ക് ഫോൺ കുത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ ക്വാളിറ്റി ഈ ഒരു ബാഗിനുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എന്താ പറയാ യു ആർ മൈ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഡയപ്പർ ബാഗാണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചതല്ല, നിച്ചുട്ടന്റെ 28th സെറിമണിക്ക് നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു ഡയപ്പർ ബാഗ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നിച്ചുട്ടന്റെ ഈ ഒരു ഡയപ്പർ ബാഗിൽ കൊണ്ടുപോകാറുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ കൂടുതൽ ഞാൻ വെക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പൊ എനിക്കും അത് യൂസ്ഫുൾ ആവും, അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും അത് യൂസ്ഫുൾ ആവും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.